ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമുക്ക് ഓട്ടിടാനായിട്ട് പോകണം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് സുബൈ നിസ്കാരം അതുപോലെ ഖുർആൻ ഓതലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കണം. എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ നമുക്ക് ഓട്ടിടാനായിട്ട് പോകണം. ഇതെൻ്റെ ഒരു മന്ത്ലി പ്ലാനറാണ്. ഒരു മാസം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ മാസവും ഞാനിത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈമെല്ലാം നമുക്ക് വേസ്റ്റ് ആവാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് നമസ്കരിക്കാനുള്ള എല്ലാം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണേ. പിന്നെ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഡയറിയിലാണ് കേട്ടോ നോട്ട് ചെയ്ത് വെക്കുന്നത്, മറന്നു പോകാതിരിക്കാനായിട്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ഡയറിയിൽ നോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്കതനുസരിച്ച് വർക്കൊക്കെ കറക്റ്റ് സമയത്ത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ പുതിയ കണ്ടൻസും ഐഡിയാസൊക്കെ കിട്ടുമ്പോൾ അതും ഞാൻ ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ പുതിയ ഓർഡേഴ്സ് വരുമ്പോൾ അത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. പിന്നെ എന്താണ്, നമ്മൾ ആ ഒരു മെറ്റീരിയൽസ് എല്ലാം സെലക്ട് ആക്കിയിട്ട് ഓർഡർ കൊടുക്കണം, പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മറന്നു പോകാതെ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇന്ന് സ്കൂളിൽ ലീവായതുകൊണ്ട് കിച്ചണിൽ വലിയ ജോലിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാം. ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യാറില്ല. സാധാരണ എന്തെങ്കിലും ലൈമോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടാണ് കുടിക്കാറ്. ഇന്നൊന്നും ആഡ് ചെയ്യുന്നില്ല. ചിപ്സും ഒരു ഗ്ലാസ് വാട്ടറുമാണ് കേട്ടോ കുടിക്കുന്നത്. ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ചിപ്സാണ് കേട്ടോ. നമ്മുടെ കിച്ചണിൽ ഈ ഒരു ചെടി വെള്ളമില്ലാതെ കുറേ ദിവസമായിട്ട് ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് കുറച്ച് വെള്ളം ഒഴിക്കാം. അതുപോലെ ഹാളിലും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഒരുപാടുണ്ടായിരുന്നു, ഞാനിപ്പോൾ എല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞു. കാരണം ഡെയിലി ഇതുപോലെ വെള്ളം ഒഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് മാത്രം ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ ഞാൻ ഉള്ളിൽ വെച്ചിട്ടുള്ളേ. രാവിലെ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ സ്കിൻ കെയർ. ഫസ്റ്റ് നമുക്ക് ക്ലെൻസ് ചെയ്യാം. ഞാനിവിടെ ഹിമാലയയുടെ ഓയിൽ ക്ലിയർ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഫോക്സ്ടെയിലിൻ്റെ നറിഷിംഗ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സൺസ്ക്രീൻ കൂടി അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർ മില്ലൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 50+++ ഉള്ള ഒരു സൺസ്ക്രീനാണ്. അപ്പം നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ കൂടി യൂസ് ചെയ്യാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പോൾ നമുക്ക് മാവെല്ലാം മിക്സാക്കി വെച്ചിട്ട് മോർണിംഗ് വാക്കിന് പോകണം. അപ്പോൾ ഫസ്റ്റ് മാവ് നമുക്ക് മിക്സ് ചെയ്യാം. മോർണിംഗ് വാക്കിന് പോകുന്നതിന് മുന്നേ ഞാനിവിടെ ഫ്രൂട്ട് ബൗളാണ് കഴിക്കുന്നത്. ഡെയിലി അങ്ങനെ കഴിക്കാറില്ല. ഞാൻ തലേന്ന് 5 മണി വരെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ടാവും. അപ്പോൾ ഞാൻ കഴിക്കുന്ന ഒരു മീലാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഹാഫ് പോർഷൻ ആപ്പിളും 1 ബനാനയും കൂടിയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് റോസ്റ്റഡ് അവലും അതുപോലെ മിൽക്കും പിന്നെ നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹണി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്കും ആഡ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. രാവിലെ തന്നെ എല്ലാ ജോലിയും ഒതുക്കണം. അതുകൊണ്ട് നമുക്ക് ചോറിനും കൂടി വെള്ളം അടുപ്പിൽ വയ്ക്കാം. ഞാനിവിടെ കുറച്ച് ചിയ സീഡ്, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അരി തിളച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തെർമൽ കുക്കറിലോട്ട് മാറ്റണം. അപ്പോൾ ആ ഒരു ടൈമിലും കൊണ്ട് നമുക്ക് വീട് ഫുള്ളൊന്ന് തൂത്ത് ക്ലീൻ ചെയ്യാം. 8 to 8:30 കേട്ടോ ഞാൻ മോർണിംഗ് വാക്കിന് പോകുന്ന ടൈം. അപ്പോൾ ആ ഒരു 30 മിനിറ്റ്സ് നമുക്ക് നടന്നിട്ട് വരാം.
വാക്കിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഗാർഡനിലാണ് കേട്ടോ ജോലി. ഗാർഡനിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ അതാ നമ്മുടെ റോസയൊക്കെ കരിഞ്ഞ് നിൽപ്പുണ്ടേ. ഇത് ഞാൻ പല വ്ളോഗിലും കാണിച്ചൊരു ചെമ്പരത്തിപ്പൂവാണ്. ഇത് കൊടൈക്കനാലിൽ ഞാൻ കൊണ്ടുവന്നിട്ട് എൻ്റെ ഗാർഡനിലുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത് ഞാൻ റീസെൻ്റായിട്ടും വാങ്ങിയിട്ടുള്ള ഒരു കലാത്തിയ പ്ലാന്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനും നമുക്ക് വെള്ളം കൊടുക്കാം. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ്. ഒരുപാട് ലീഫ് വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പുതിയ പുതിയ ലീവ്സ് വരും കേട്ടോ ഒരുപാട്. ഇത് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഒരു ട്രീ ആണ്. ഇതിൽ ഡെയിലി ഇതുപോലെ കാ കിട്ടും കേട്ടോ. അപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു കാ വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം. കറിയായിട്ട് ഞാൻ ചമ്മന്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങളും കൂടി പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ മീൻകറിയും വെണ്ടയ്ക്ക വിഴുക്കുമാണ് ഉണ്ടാക്കുന്നത്. അതും കൂടി പെട്ടെന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ഓട്ടിങ്ങിനായിട്ട് പോകണം. ആ ടൈമിൽ മോൾ ഉണർന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കും കൂടി ഫുഡ് കൊടുത്തിട്ട് ഞാനിവിടെ ഒരു മാംഗോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കുകയാണ്. മോൾക്ക് മാംഗോ ജ്യൂസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ മാംഗോ ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് പോവാണ്. നല്ല തിരക്കുണ്ടായതുകൊണ്ട് കുറച്ച് നേരം ക്യൂ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ വോട്ടൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തിയിട്ടുണ്ടേ. വീട്ടിലെത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു. നമ്മുടെ ഒരു കസ്റ്റമർ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് തുണി തന്നിട്ടുണ്ടായിരുന്നേ. ഇത് 2 അബായാണ് കേട്ടോ. ഇതിനെ നമുക്കിനി സ്ലിറ്റഡ് ടോപ്പിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിനി നേരെ സ്റ്റിച്ചിങ് റൂമിലോട്ടാണ് പോകുന്നത്. മുകളിലാണ് നമ്മുടെ സ്റ്റിച്ചിങ് റൂം ഉള്ളത്. വൈകിട്ടാണ് കേട്ടോ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. കൂടുതലും വൈകിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ വരുന്നത്. എനിക്ക് ആ ഒരു ടൈം സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം. അപ്പോൾ നമുക്കൊരു കസ്റ്റമർ തന്നിരിക്കുന്നത് ഈ 2 അബായാണ് കേട്ടോ. ഇതൊരു ഗൗണും ഒരു പർദ്ദയാണ്. അപ്പോൾ ഇതിനെ നമുക്കിനി സ്ലിറ്റഡ് ടോപ്പ് ആക്കണം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇതൊരു കിഡ്സ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. മെറ്റീരിയൽ തന്നിട്ട് 1 മന്തായി. അവർക്ക് പതുക്കെ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളതിൻ്റെ തലേന്നാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അവർ ചോദിച്ചതിൻ്റെ തലേന്നാണ്. അപ്പം ഇത് ഒരു എയർലൈൻ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് നേരം സ്ട്രെച്ചസ് യോഗ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാൻ ഫോണിലൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലാണ് കേട്ടോ യോഗ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ബനാന റോസ്റ്റാണ് കേട്ടോ എൻ്റെ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ അവൾക്ക് ബനാന റോസ്റ്റും ചായയുമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവളും അതേപോലെ തൊട്ടപ്പുറത്ത് ബനാന റോസ്റ്റ് ഉണ്ട്. അവളുടെ കിച്ചൺ സെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് അവൾ ഈ ബനാന റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി ഷൂട്ട് ചെയ്യാനാണ് അവൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.